വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്നൊരു അടിപൊളി പ്ലേസിലാണ് നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു ബീച്ചാണ്. അപ്പോൾ എവിടുത്തെ ബീച്ചാണെന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ സ്പെയിനിൽ ബാഴ്സലോണയിലത്തെ ബാഴ്സലോണീറ്റ എന്ന് പറഞ്ഞൊരു ബീച്ചിലാണുള്ളത് കേട്ടോ. അപ്പോൾ ബാഴ്സലോണയിൽ തന്നെ ഒരുപാട് അടിപൊളി ബീച്ചസ് ഉള്ള സിറ്റിയാണ്. പക്ഷേ അവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസിലൊന്നാണ് ഈ കാണുന്ന ബാഴ്സലോണീറ്റ എന്ന് പറഞ്ഞ ബീച്ച് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മളൊരു പ്രോപ്പർ സമ്മർ സീസണിലൊക്കെയാണ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇത് സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയുള്ളൊരു ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ മെയിൻ റോഡാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അതുമാത്രമല്ല ഇത് ഭയങ്കര ഒരു ഓൾഡസ്റ്റ് ഒരു ട്രഡീഷണൽ ബീച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് സിറ്റിയുടെ സെൻറ്ററിലായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട് കുറേ വർഷങ്ങളായിട്ട്. ഏകദേശം 422 മീറ്റേഴ്സാണ് ഈ ഒരു ബീച്ചിൻ്റെ ലെങ്ത് കേട്ടോ. അപ്പോൾ ഇത് നവംബർ മന്ത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് വെള്ളത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് അധികം ആൾക്കാരൊന്നും വെള്ളത്തിൽ ഇറങ്ങാത്തത് കേട്ടോ. അതല്ല ഇപ്പോൾ സമ്മറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലിറങ്ങാനും കുളിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത് നല്ല തണുപ്പായതുകൊണ്ടാണ് ആരും വെള്ളത്തിൽ ഇറങ്ങാത്തത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ ഇറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ നല്ല കളറാണ് കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു കളർ കാണാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ബ്ലൂയിഷ് പോലത്തെ ഒരു കളറാണ്. അതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്. സിറ്റി സെൻറ്ററിലുള്ള, അതായത് സിറ്റിയുടെ ഒരു സെൻറ്റർ ഏരിയയിലായിട്ടുള്ള ബീച്ചാണെങ്കിൽ പോലും നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് ഉച്ച കഴിയുന്നതോടൊക്കെ കൂടി നല്ല അധികം വേവ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര ഡെപ്തി ആയിട്ടുള്ള ബീച്ചാണ്. അതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. നമ്മൾ കുറച്ച് പിറകിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് ആഴത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ബീച്ചാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊന്നും അങ്ങനെ ഒരുപാട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ബീച്ചല്ല. അപ്പോൾ ചില ബീച്ചസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഫ്ലാറ്റ് ബീച്ചസ് ആയിരിക്കും. അപ്പോൾ ഈ ബാഴ്സലോണീറ്റ എന്ന് പറഞ്ഞ ബീച്ച് അങ്ങനത്തെ ഒരു ബീച്ചല്ല. വളരെ ഡെപ്തി ആയിട്ടുള്ള നല്ല ഒരുപാട് വേവ്സ് ഉള്ള ഒരു ബീച്ചാണ്. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യം സീ ഫുഡാണ് കേട്ടോ. അപ്പോൾ അത് എവിടെ പോയാലും ബീച്ച് ഏരിയസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സീ ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് ബീച്ചിലേക്കുള്ള ആ ഒരു വ്യൂ ഒക്കെ കിട്ടി നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. വൈനും കുറേ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ നമുക്കിങ്ങനെ തരും. നമ്മളതിങ്ങനെ ഷേക്ക് ചെയ്തിട്ട് നമുക്ക് അത് എടുത്ത് കുടിക്കാം. അങ്ങനത്തെ നല്ലൊരു ഡ്രിങ്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ജഗ് പോലത്തെ ഒരു ഇതിലാണ് നമുക്ക് തരാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റുന്ന ഒരുപാട് സീ ഫുഡാണ്. എല്ലാ തരത്തിലുള്ള ഫിഷസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് മോൺജുയിക് എന്ന് പറഞ്ഞൊരു കാസിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഡിഫറെൻറ്റ് വേ ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് ഇവിടുത്തെ ഫണിക്കുലാർ ട്രെയിനിലാണ് കേട്ടോ. അതുപോലെ തന്നെ കേബിൾ കാർ, ബസ് റൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ നമുക്ക് ഇങ്ങനത്തെ ഒരു വേ ആണ് നമുക്ക് കാണാൻ പറ്റുക. ഏകദേശം ഒരു 5 മിനിറ്റ് തൊട്ട് ഒരു 7 മിനിറ്റൊക്കെ മാത്രമേ ഉള്ളൂ ഈ ഒരു കാസ്റ്റിലിൻ്റെ ടോപ്പിലേക്ക് എത്താനുള്ള ഒരു ടൈം ട്രാവൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു കാസ്റ്റിലിൻ്റെ ടോപ്പിലെത്തി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഈ ഒരു കാസ്റ്റിൽ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ. അപ്പോൾ മ്യൂസിയം കാണാൻ ഇഷ്ടമുള്ള ആളുകൾക്ക്, ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കുറേ ഗാർഡനിങ് ഏരിയയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാസ്റ്റിലിൻ്റെ ഈ ഒരു സ്റ്റൈലും ലുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരിക. അതുപോലെ തന്നെ ഇത് ഏകദേശം നല്ലൊരു സിറ്റിയുടെ ടോപ്പ് ഏരിയയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സീ സൈഡിൻ്റെ ഒക്കെ ഒരു ലോങ് വ്യൂ കിട്ടും. അതുപോലെ തന്നെ നല്ല രീതിയിൽ സിറ്റി വ്യൂവും നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആൾക്കാർ മെയിനായിട്ട് ഇതിൻ്റെ മുകളിൽ വരുന്നത് ഈ ഒരു ഏരിയാസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നത് കേബിൾ കാർ എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഓൺ ദ വേയിലും ആ ഒരു റൈഡ് സമയത്തും നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു കാസ്റ്റലിൻ്റെ എൻട്രൻസ് പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കാസ്റ്റലാണിത്. അതുപോലെ തന്നെ ഇതൊരു മിലിറ്ററി ഫോർട്രസ് ആയിരുന്നു കേട്ടോ. ഏകദേശം 1640 സമയത്താണ് ഇതിവിടെ ബിൽഡ് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 350 വർഷത്തിനും മേലെയുള്ള പഴക്കം ഈ ഒരു കാസ്റ്റലിനുണ്ട്. നമ്മളിപ്പോൾ കാണാൻ ഈ ഭംഗിയുള്ള ഈ ഒരു എൻട്രൻസിലൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഏരിയാസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് അകത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിയത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാസ്റ്റലിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കവർ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഏകദേശം ഒരു 173 മീറ്റേഴ്സ് അബവ് സീ ലെവലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി സ്പെയിനിൻ്റെ ഫ്ലാഗൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഇവർ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇതിന് ചുറ്റിനും നടന്ന് നമുക്കിങ്ങനെ കാണാം ഈ ഒരു കാസ്റ്റലിൻ്റെ സറൗണ്ടിങ്സ് ഏരിയ മൊത്തം. അപ്പോൾ അത്യാവശ്യം ഒരു 2 മണിക്കൂറൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് കാണാനുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴേക്ക് തിരിച്ച് പോകാൻ പോകുന്നത് ഇവിടുത്തെ കേബിൾ കാർ എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയാണ് ആ ഒരു കേബിൾ കാറിൻ്റെ ഏരിയ. ടെലിഫറിക് ദ മോൺട്ജുയിക് എന്നാണ് ഈ ഒരു കേബിൾ കാറിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു കേബിൾ കാർ എടുത്ത് നമ്മൾ താഴേക്ക് പോകുമ്പോൾ ശരിക്കും ഈ ഒരു ഏരിയയുടെയൊക്കെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു ബീച്ചും ആ ഒരു മെയിൻ സിറ്റിയുടെ ഒരു സെൻട്രൽ ഏരിയ തന്നെയാണ്. നമ്മളിപ്പോൾ കണ്ട ആ ഒരു ബീച്ചിൻ്റെ ഇപ്പോഴത്തെ സൈഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എല്ലാ ഏരിയയും നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കേബിൾ കാർ റൈഡ്സ് ശരിക്കും നല്ല രസമാണ്, നമുക്ക് എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ സിറ്റി വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവം ശരിക്കും ഈ ഒരു കേബിൾ കാർ റൈഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ബാഴ്സലോണ സിറ്റിയിലത്തെ സിറ്റി കേബിൾ കാർസിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് എന്ന് തന്നെ പറയാം ഇവിടെ ഈ ഒരു കാസിലേക്ക് പോകുന്ന ഈ ഒരു കേബിൾ കാർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഡെഫിനറ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇവിടുത്തെ ഈ ഒരു കാസിലും അതുപോലെ തന്നെ ഈ ഒരു കേബിൾ കാർ റൈഡും. അപ്പോൾ ശരിക്കും അധിക സമയമൊന്നുമില്ല കേട്ടോ, ഒരു 5 to 7 minutes ഒക്കെ ഉള്ളൂ താഴോട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പോയിന്റിലെത്തി അവിടെ നിന്ന് നമുക്ക് ബസ്സിനോ ട്രെയിനോ നമുക്ക് സിറ്റിയിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ മാത്രമാണ് ഇവിടുത്തെ ഈ ഒരു കേബിൾ കാർസ് ഓപ്പൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതിനുശേഷം താഴേക്ക് വരേണ്ട ആൾക്കാർ ബൈ വോക്ക് താഴേക്ക് വരാം, അതല്ലാതെ ഈ ബസ് സർവീസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് താഴേക്ക് വരാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമ്മളിപ്പോൾ ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ മൊത്തം കാണാൻ പറ്റും. അതുപോലെ തന്നെ സിറ്റിയുടെ നല്ല വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു നമ്മളിപ്പോൾ കണ്ട ആ ഒരു ബാഴ്സലോണ ബീച്ചിൻ്റെ ഒരു ലോങ് വ്യൂ കാണാൻ പറ്റും. വീഡിയോയിൽ എത്ര നന്നായിട്ട് ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് മോൺട്ജുയിക് കാസിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മോൺട്ജുയിക് നാഷണൽ പാലസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ദൂരെ കാണുന്നില്ല, അതാണ് പാലസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുൻപിൽ ഇതുപോലെ കുറച്ച് പില്ലേഴ്സും ഭയങ്കര ഭംഗിയുള്ള ആർക്കിടെക്ചറൽ സ്റ്റൈൽസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് പതിയെ സ്റ്റെപ്സ് എടുത്ത് മേളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മേളിൽ നിന്നും ഈ സിറ്റിയുടെ നല്ലൊരു വ്യൂ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പോയത് കുറച്ച് ഹിൽ ഏരിയ ആണെന്നുണ്ടെങ്കിലും ഇത് സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയാണ്. ശരിക്കും 1929 നടന്ന ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ്റെ മെയിൻ സൈറ്റായിരുന്നു ഈ ഒരു പാലസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ശരിക്കും ഈ ഒരു ബാഴ്സലോണ സിറ്റിയുടെ തന്നെ നാഷണൽ പാലസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത് ഒരു വാട്ടർ ഫൗണ്ടെയിൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫൗണ്ടെയിൻ ആണ്. പക്ഷേ ഇപ്പോൾ അത് മെയിൻ്റനൻസിലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കും ആൾക്കാർ ഈവനിങ് സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കും, ഇവിടുത്തെ ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഇവിടുത്തെ ഒരു വാട്ടർ ഫൗണ്ടെയിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ബാഴ്സലോണ സിറ്റിയിലെ തന്നെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസിലൊന്നാണ്. ഇപ്പോൾ ശരിക്കും ഈ ഒരു പാലസിൻ്റെ അകത്തുള്ളത് നാഷണൽ ആർട്ട് മ്യൂസിയം ആണ് കേട്ടോ. ഏകദേശം 100 വർഷമായിട്ട് ഇത് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ആർട്ട് മ്യൂസിയമാണ്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ ഒരു പാലസിൻ്റെ ടോപ്പ് ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്, വേണവർക്ക് സ്റ്റെപ്സ് കയറി പോവാം. അതുപോലെ തന്നെ എൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സൈഡിൽ എസ്കലേറ്റേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ ഈവനിങ് സമയത്തൊക്കെ ലേറ്റ് നൈറ്റ് ആവുന്നവർ ഒരുപാട് ആൾക്കാരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കാരണം നമുക്ക് ഈ സിറ്റിയുടെ നൈറ്റ് വ്യൂ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു സൺസെറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വിൻ്റർ ടൈമൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു 5:30-6 മണിക്ക് ആകുമ്പോൾ സൺലൈറ്റ് പോവും. അപ്പോൾ ഒരു 6:30 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ്സൊക്കെ ഓൺ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡിൽ ഇതുപോലെ എസ്കലേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകുന്ന പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, നമുക്ക് സ്റ്റെപ്സ് കയറേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമിലും എപ്പോഴും നമുക്കിവിടെ ആൾക്കാരെ കാണാൻ പറ്റും. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിലും മുകളിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു ടോപ്പ് ഏരിയയിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇരിക്കാൻ പറ്റിയ പ്ലേസാണ്. അപ്പോൾ നമ്മൾ സൈഡിലുള്ള എസ്കലേറ്റർ എടുത്തിട്ട് നമ്മൾ ആ ഒരു മെയിൻ ആ ഒരു പാലസ് ഏരിയയിലേക്ക് എത്താൻ കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡിലായിട്ട് കുറച്ച് സ്റ്റാച്യൂസൊക്കെ കാണാൻ പറ്റും. അതുപോലെ നല്ല ഭംഗിയുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പാലസ് ബിൽഡിങ്ങിൻ്റെ ഒരു ക്ലോസപ്പ് വ്യൂ തന്നെ നമുക്ക് കിട്ടും.
അപ്പോൾ ശരിക്കും ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ കുറേ മ്യൂസിക്കൊക്കെ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, ഗിറ്റാറൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ടൈമിങ്സിലൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസാണിത്. അപ്പോൾ ഇതൊരു ടെറസ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലോസിങ് ടൈമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു സിറ്റിയുടെ ഈ ലൈറ്റ്സും ഇതൊക്കെ നന്നായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ബാഴ്സലോണ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പെയിനിലെ മറ്റുള്ള പ്ലേസസിൻ്റെ വീഡിയോസും ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.